തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ശ്രീ മുഹമ്മദ് അമീർ പറഞ്ഞത് വളരെ വാലിഡ് പോയിന്റ് ആണ്. പറയുന്നത് ഗാന്ധി ആണെങ്കിൽ ഇന്നും മുസ്ലിങ്ങൾ കേൾക്കുമായിരുന്നു, പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ഇന്നും മുസ്ലിങ്ങൾ കേൾക്കുമായിരുന്നു, പറയുന്നത് മഹാത്മാഗാന്ധിയുടെ സ്റ്റാൻഡിൽ നിന്ന് അവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഒരു രാഷ്ട്രപിതാവ് പോരാടാൻ വേണ്ടി പറയുകയാണെങ്കിൽ കേൾക്കുമായിരുന്നു. ഗാന്ധിജി പറഞ്ഞത് അന്നത്തെ മുസ്ലിമും കേട്ടില്ല സുഹൃത്തെ. അന്ന് അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ രണ്ടായി പോയത്. ഗാന്ധിജി പറഞ്ഞതും നെഹ്റു പറഞ്ഞതും സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതൊന്നും അന്നും കേട്ടിട്ടില്ല, ഇന്നും കേട്ടില്ല. അതുകൊണ്ടല്ല ഇന്ത്യയും പാകിസ്ഥാൻ രണ്ടായി പോയത്. ഇന്ത്യ ഡിവൈഡ് ചെയ്യില്ലല്ലോ. താങ്കൾ പറയുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നു, അതുകൊണ്ട് കേൾക്കില്ല എന്നുള്ളതല്ലേ? മഞ്ജുഷ്, ഞാൻ മറുപടി പറയട്ടെ മഞ്ജുഷ്. അതുകൊണ്ടല്ല ഇന്ത്യ വിഭജിച്ചു പോയത്. ഒരു വശത്ത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളും മറുവശത്ത് ഹിന്ദുത്വ തീവ്രവാദികളും ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയോണ്ടാണ് ഇന്ത്യക്ക് വിഭജനം ഉണ്ടാകേണ്ടി വന്നത്. അല്ലാതെ അന്നത്തെ ഗാന്ധി മഹാനും ഇന്നത്തെ നേതാക്കളും. രാഹുൽ ശ്രീ ഇന്നത്തെ കാര്യത്തിലേക്ക് വരൂ. ഇന്നുകൊണ്ട് അല്ല, ഇന്ന് എന്തുകൊണ്ട് മുസ്ലിം ജനവിഭാഗം വിശ്വസിക്കുന്നില്ല? ഇന്ന് എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. മറുപടി കേൾക്ക. ബാക്കി എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ. ഒരു വശത്ത് ചില ആൾക്കാർ പണ്ട് നേപ്പാൾ രാജാവിന്റെ താഴെ ഹിന്ദു രാജാക്കന്മാർ ഒന്നിച്ച് നേപ്പാൾ രാജാവിന്റെ താഴെ ഹിന്ദു രാജാക്കന്മാർ ഒന്നിക്കണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ഭാഗത്തെ മുസ്ലിങ്ങളെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് യാതൊരു നന്മയില്ല. ഇസ്ലാമിസ്റ്റ് തീവ്രത ഉണ്ടായിരുന്നു, ഒരു സംശയവുമില്ല. ഒരു കാലത്ത് മഹാത്മാഗാന്ധിയേക്കാൾ സെക്കുലർ ആയിരുന്ന സോകോൾഡ് പുരോഗമനവാദിയായ മുസ്ലിമായ ജിന്ന മറുഭാഗത്തേക്ക് തെറ്റിപ്പോയി. സാരേ ജഹാൻ സെ അച്ഛ എഴുതിയ അലാമ മുഹമ്മദ് ഇക്ബാൽ പിന്നീട് പാകിസ്ഥാന്റെ സ്പിരിച്വൽ ഫാദർ ആയി പോയി. ഇതില് നമ്മുടെ ഈ തീവ്ര ഹിന്ദുത്വ സവർണ ആൾക്കാർക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന കാര്യം ഒന്നും മറക്കരുത്. ഈ ഏകപക്ഷീയമായ മുസ്ലിങ്ങൾ മാത്രം ഇന്ത്യ രാജ്യത്തെ വിഭജിക്കാൻ ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയെന്നൊന്നും പറയരുത്. ചരിത്രത്തെ അറിയുന്നവരൊന്നും വിശ്വസിക്കില്ല. നേരെ തിരിച്ച് മുസ്ലിങ്ങളുടെ കൺസേൺസ് നമ്മൾ വിശ്വാസത്തിൽ എടുക്കുമെന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് നിൽക്കും. നേരത്തെ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. 40 വർഷത്തോളം നമ്മൾ ഒരുമിച്ച് പാടി. ആ 40 വർഷത്തോളം പാടുന്നത് ആ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിങ്ങളെ അത്രമാത്രം ഒരുമിച്ചുണ്ടായിരുന്നു. ആ കോൺഗ്രസിന്റെ അടക്കമുള്ള പാരമ്പര്യത്തിൽ വലിയൊരു മതസൗഹാർദ്ദ ബഹുസ്വര പാരമ്പര്യം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുള്ള അടക്കമുള്ള ആൾക്കാർ സ്വന്തം താല്പര്യങ്ങൾ ബലികഴിച്ചു പോലും നമ്മുടെ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ല, അങ്ങനെയാണെങ്കിൽ ഇതേ ആളുകൾക്കിടയിൽ എങ്ങനെ അവിശ്വാസം ഉണ്ടായി എന്ന കാര്യം കൂടി ഉണ്ടല്ലോ. അല്ലല്ല രാഹുലെ, അതേ ആളുകൾക്കിടയിൽ അവിശ്വാസം ഉണ്ടായി 1937. അല്ലല്ല രാഹുൽ പറയുന്ന അങ്ങനെ പറയുകയാണെങ്കിൽ അതേ ആളുകളിൽ തന്നെ അവിശ്വാസം ഉണ്ടായി. ഇപ്പോഴത്തെ ആളുകളിൽ മുസ്ലിം വിഭാഗം ജനവിഭാഗം വിശ്വാസം രേഖപ്പെടുത്തുന്നില്ല. മഞ്ജുഷ് ആ വരി കേട്ടിട്ട് പറയൂ. 1931-32 ഇന്ത്യക്ക് ഒരു കാവി പതാക മാത്രം മതി എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും മൗലാന ആസാദും എഴുതി കൊടുത്തിട്ടുണ്ട്. അത് പറ്റില്ല, ഇന്ത്യക്ക് ത്രിവർണ്ണ പതാക വേണമെന്ന് നിർബന്ധം പിടിച്ച, എല്ലാ മതങ്ങളുടെയും റെപ്രസെന്റേഷൻ വേണമെന്ന് പിടിച്ച ഒരു മഹാത്മാഗാന്ധി നമുക്കുണ്ടായിരുന്നു. ആ ലെവൽ ഓഫ് കോൺഫിഡൻസ് നമ്മുടെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് അവരെ ഇൻസ്പയർ ചെയ്യിക്കാൻ കഴിയണം എന്നുള്ളതാണ്. എനിക്ക് വന്ദേമാതരം പൂർണ്ണമായി കേൾക്കുന്ന സന്തോഷമാണ്. നേരത്തെ പലരും പറഞ്ഞതുപോലെ ദുർഗയെയും സരസ്വതിയെയും കാവ്യാത്മകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് നിയമപരിരക്ഷ നൽകുന്നതിനെ താങ്കൾ അനുകൂലിക്കുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അതിന് നിയമപരിരക്ഷ നൽകുന്നതിനെ താങ്കൾ അനുകൂലിക്കുന്നില്ല. അല്ല, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണേഴ്സ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനെ താങ്കൾ അനുകൂലിക്കുന്നില്ല. അല്ല, അനുകൂലിക്കുന്നുണ്ട്. പക്ഷെ അത് മുസ്ലിങ്ങളെയും കൂടെ വിശ്വാസത്തിൽ എടുത്തിട്ട് വേണം. ഇന്ത്യ പാകിസ്ഥാനും നിരന്തരമായി യുദ്ധം ഉണ്ടാവില്ല. അവരെ സൈക്കോളജിക്കലി ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അവരെ സൈക്കോളജിക്കലി കോയേഴ്സ് ചെയ്യാനും ഫോഴ്സ് ചെയ്യാനും അല്ല. ഒരു ജനവിഭാഗത്തിന്റെ പേര് ഫോഴ്സ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ. അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നില്ല. അവർ പക്ഷെ സംശയിക്കുകയാണ്. അത് ശരിയാണ്, സംശയിക്കുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ അവിടെ നിർബന്ധിതമായ ഒരു കാര്യം ഇല്ലെന്ന്. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ നിർബന്ധിക്കുന്നില്ല എന്ന്, ഇപ്പോൾ പറയുന്നത് നിർബന്ധിക്കുന്നുവെന്ന്. ഞാൻ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞോ? അല്ല, ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളെ കോൺഫിഡൻസിൽ എടുക്കണം. ആ കോൺഫിഡൻസിൽ എടുക്കാൻ ഒരു പ്രോസസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം, കേരള നിയമസഭയിൽ നടന്നൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ തവണ അടക്കം കുഞ്ഞാലിക്കുട്ടി സാറ് അള്ളാഹുവിന്റെ പേരിലല്ലേ സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷെ ഇത്തവണ വേറെ രീതിയിലുള്ള ആരോപണങ്ങൾ അടക്കം വരണ്ട എന്ന് പറഞ്ഞ് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. അദ്ദേഹത്തിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺഫിഡൻസ് വാലിഡ് ആണ്. അള്ളാഹു എന്നുള്ളത് ഈക്വലി വാലിഡ് ആണ്.
എല്ലാ ദിവസവും രാവിലെ മുസ്ലിങ്ങളെ എണീച്ച് ചൊറിയുകയും ഇസ്ലാമോമിയോ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ വന്ദേമാതരം പാടിയില്ലെങ്കിൽ നിങ്ങൾ ദേശദ്രോഹികളാണെന്ന് പറഞ്ഞാൽ ശ്രീജിത്ത്, അതാണ് രാഹുലിന്റെ നിലപാട്. ഇപ്പോൾ കൃത്യമായിട്ട് പുറത്തു വന്നു. ഇത് നിർബന്ധമാക്കുന്നതിന് തുല്യമാണ് വന്ദേമാതരം. അത് മുഴുവൻ ഭാഗവും പാടുന്നത്, അല്ല മുഴുവൻ ഭാഗവും ആലപിക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിന് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അവരെ ആ വിശ്വാസത്തിലെടുക്കാതെ ഇത് നടത്തരുത് എന്നാണ് ശ്രീജിത്ത് പണിക്കർ. നോക്കൂ, ഇതിൽ വളരെ കൺവീനിയന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള പല ചർച്ചകളിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇസ്ലാമോഫോബിയ എന്ന്. സത്യത്തിൽ ഇവിടുത്തെ ഫോബിയ എന്തിനോടാണ്? വന്ദേമാതരോ ഫോബിയാണുള്ളത്, അല്ലാതെ ഇസ്ലാമോഫോബിയ അല്ല ഉള്ളത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 40 വർഷം വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഇതിൽ രാഹുൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചാൽ വിശ്വാസം അതുണ്ടായിരുന്നു. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് താങ്കൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഗാന്ധിയും നെഹ്റുവും പറഞ്ഞാൽ കേൾക്കുമെന്ന്. ഗാന്ധിയും നെഹ്റുവും ആസാദും നേതാജിയും ഉണ്ടായിട്ടും അവർ പറഞ്ഞിട്ടും ആ വിശ്വാസം പിന്നീട് മാറിയിട്ടുണ്ട്. അത് ആർക്കാണെന്ന് മാറിയത്? ആ വന്ദേമാതരോ ഫോബിയ ഉണ്ടായത് അന്ന് ഏതെങ്കിലും ഹിന്ദു പോയി, വർഗീയ ഹിന്ദു അവിടെ പോയിട്ട് ഈ 40 കൊല്ലം പാടിയപ്പോൾ അതിനിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണോ ആ സമയത്ത് മുസ്ലിം ലീഗിന് ഒരു വെളിപാടുണ്ടായത്? അല്ല. അതിന് പറയുന്ന പേരാണ് വർഗീയത. അതാരാ കൊണ്ടുവന്നത്? മുസ്ലിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇത് പാടുമായിരുന്നു. മുസ്ലിം ലീഗാണ് കൊണ്ടുവന്നത്. മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് എവിടെ കലാശിച്ചു? പാകിസ്ഥാനിൽ കലാശിച്ചു. അതുകൊണ്ട് ഈ 40 വർഷം എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ള കാര്യം. ബ്രിട്ടീഷുകാർ ഇത് നിരോധനം കൊണ്ടുവന്നിരുന്നത് റിലീജിയസ് ലൈൻസിലാണോ? അല്ല. കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള വിപ്ലവാത്മക ചെറുത്തുനിൽപ്പിന്റെ പ്രതീകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ടിനെ എതിർത്തത്. അതിൽ ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ്, സുജലാം സുഫലാം മലയജ ശീതളാം എന്ന് പാടിക്കഴിഞ്ഞാൽ അത് വിപ്ലവമാകുന്നില്ല, അത് ചെറുത്തുനിൽപ്പാകുന്നില്ല, അത് ഭൂമിയുടെ വർണ്ണന മാത്രമേ ആകുന്നുള്ളൂ. ബാക്കിയുള്ള വരികൾ ഈ സപ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്ന 4 സ്റ്റാൻസകളിലാണ് ഈ രാജ്യത്തിന്റെ വീര്യത്തിനെ കുറിച്ച് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ 10 കരങ്ങളുള്ള പ്രഹരധാരണിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത് പാടുന്നത് കൊണ്ടാണ് രാജ്യദ്രോഹ കുറ്റം. അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന രാജ്യം സുജലമാണ് സുഫലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം വരുമോ? സെഡിഷൻ ചാർജാണ് അന്ന് ബ്രിട്ടീഷുകാർ ചുമത്തിയിരുന്നത്. ഇന്ത്യ രൂപീകൃതമായിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, റിലീജിയസ് ലൈൻസിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. പാകിസ്ഥാൻ രൂപീകൃതമായിരിക്കുന്നതാണ് മതപരമായിട്ട്. ഇന്ത്യ രൂപീകരിച്ചിരിക്കുന്നത് മതപരമായിട്ടല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യ ഹിന്ദു രാജ്യമാകണമായിരുന്നു. അല്ല. നമ്മളിവിടെയുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾക്കും തുല്യമായിട്ടുള്ള സ്റ്റാറ്റസ് ഉൾപ്പെടെയുള്ള മതേതര രാജ്യമായിട്ട് നിൽക്കുമ്പോൾ പാകിസ്ഥാന്റെ രൂപീകരണത്തിന് താല്പര്യമുണ്ടായിരുന്ന മുസ്ലിം ലീഗാണ് കൊണ്ടുപോയത്. അതിന്റെ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ വന്ദേമാതരോ ഫോബിയ പണ്ടുണ്ടാക്കിയത്. 1905 ബംഗാളിൽ സ്കൂളിൽ വന്ദേമാതരം പാടിയിരിക്കുന്ന കുട്ടികൾക്ക് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് 5 രൂപ ഫൈൻ എടുപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? വർഗീയത പലർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണോ? മതേതരമായിട്ടുള്ള ചിന്ത ഇവർ വളർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടാണോ? അത് പാടാൻ അനുവാദം നൽകിയിരിക്കുന്ന സ്കൂളുകളുടെ അംഗീകാരം ബ്രിട്ടൻ റദ്ദാക്കിയിട്ടുണ്ട്. ഈ ബംഗാൾ പ്രൊവിൻഷ്യൽ കോൺഫറൻസ് നടക്കുകയാണ് 1906 ഏപ്രിലിൽ ബാരിസാളിൽ. ആ ബാരിസാളിൽ അത് നിരോധിച്ചു. എന്തുകൊണ്ടാ? ആ പാട്ട് ആലോപിച്ചതുകൊണ്ട്, വന്ദേമാതരം അവിടെ പാടിയതുകൊണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് ആ സമ്മേളനം നിരോധിച്ചു. അപ്പൊ വർഗീയമായിട്ടായിരുന്നു എങ്കിൽ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഈ പാട്ട് പാടുന്ന സമയത്ത് നീ ആ പാട്ട് പാടണ്ടാടാന്ന് പറഞ്ഞ് ഇവർ തമ്മിലടി ഉണ്ടാവണം. ആ തമ്മിലടിയല്ല ഉണ്ടായിരിക്കുന്നത്, അവിടെ യൂണിറ്റിയാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ വന്ദേമാതരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരൊറ്റ കാര്യത്തിന്, ഒരു പർപ്പസിന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിപ്പിച്ചു നിർത്തി. അതാണ് ആ പാട്ടിന്റെ സ്ട്രെങ്ത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കോൺഗ്രസ് ഇവിടെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിച്ചു. എന്നിട്ട് അവസാനം ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് വന്ദേമാതരത്തിന്റെ ഈ നിരോധനം നമ്മൾ എടുത്തു മാറ്റുന്നത്. ഒരു തരത്തിലുള്ള മതസ്പർദ്ധയും ആയിരുന്നില്ല അന്നത്തെ കാരണം. ഇത് നാഷണലിസ്റ്റ് ഫെർവർ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 സ്റ്റാൻസുകൾ മാത്രമായി ചുരുക്കപ്പെടുകയും ചെയ്തു ശ്രീജിത്ത്. 2 സ്റ്റാൻസുകൾ മാത്രമായി ചുരുക്കപ്പെടുകയും ചെയ്തു. അല്ല, അത് 1937 മഞ്ജുഷേ. 1937 ഭാഗമായിട്ടുള്ള ഒരേ ഒരു കളക്റ്റീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 1942 പരാജയപ്പെട്ടിരിക്കുന്ന ക്വിറ്റ് ഇന്ത്യ മാത്രമാണ്. അതിനു മുമ്പ് നടന്നിരിക്കുന്ന 100 കണക്കിന് മൂവ്മെന്റുകൾ. 1896 ഇത് പാടിയതിനു ശേഷം 1937 വരെയുള്ള 100 കണക്കിന് മൂവ്മെന്റുകളിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടെ വന്ദേമാതരത്തിന്റെ പൂർണ്ണ രൂപമാണ് ആലപിക്കപ്പെട്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. മൗലാന ആസാദ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് അദ്ദേഹം നിർബന്ധമാക്കി വന്ദേമാതരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം എല്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളിലും പാടണം, രാജ്യമൊട്ടാകെ. മൗലാന ആസാദ് ഒരു ലെസർ മുസ്ലിം ആയിരുന്നു. അദ്ദേഹം പാടി. ലെസർ മുസ്ലിം ആയിരുന്നു. അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതൻ കൂടിയായിരുന്നു, അല്ലെ? ആരെങ്കിലും പറയുമോ അല്ലെന്ന്? അപ്പൊ അങ്ങനെ ഒരു ലെസർ മുസ്ലിം ആയിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ ഒരു ലെസർ മുസ്ലിം അല്ല. എന്നിട്ട് ഈ 1937 കോൺഗ്രസ് ഈ രാഷ്ട്രീയമായ കാരണങ്ങളാൽ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ആ കമ്മിറ്റിയിൽ ആസാദ് ഉണ്ടായിരുന്നു.
അതായത് ആസാദിന്റെ വ്യക്തിപരമായ താല്പര്യവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നതും വന്ദേ മാതരത്തിന്റെ പൂർണ്ണമായ അംഗീകാരമാണ്. അല്ല, ഞാൻ പറഞ്ഞത് നേതാജി വേറൊരു റിലിജിയനാണ്. പക്ഷേ ആസാദ് കൂടി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആ പൊളിറ്റിക്കൽ എക്സിജൻസി കാരണമാണ്. മുസ്ലിം ലീഗിനെ ഇവിടെ നിർത്താനായിട്ട് നമുക്കിത് സമ്മതിക്കാം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ 40 വർഷം 1909 ആദ്യമായിട്ട് ഈ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടാകുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാകുന്നുണ്ട് 1937 ഇത് ഫോർമലൈസ്ഡ് ആയിട്ട് വന്നു എന്നൊക്കെ. പക്ഷെ അത് വേണ്ട, അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് കോൺഗ്രസ്സുകാരത് മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമോഫോബിയ എന്ന വാക്കിനെ മനോഹരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സത്യത്തിൽ അവിടെ നടന്നിരിക്കുന്നത് വന്ദേ മാതരോ ഫോബിയാണ്. ആ വന്ദേ മാതരോ ഫോബിയ ഇല്ലാതെയാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ എന്ത് കാരണത്താലാണോ ബ്രിട്ടൻ ഈ പാട്ടിനെ എതിർക്കാൻ കാരണം ആ വരികളെ റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ആ പാട്ട് പാടിയിരിക്കുന്ന ജനറേഷൻസ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സിനുള്ള ഏറ്റവും കഴിയുന്നില്ല. നിങ്ങൾക്ക് അവരെ വിശ്വാസത്തിനെടുത്തിട്ട് വേണം. അതെങ്ങനെയെന്നുള്ളതാണ് അവരുടെ വിശ്വാസം. മുഹമ്മദ് അമീറിനെ അടക്കമുള്ളവരെ വിശ്വാസത്തിനെടുത്തിട്ട് വേണം. മുഹമ്മദ് അമീർ എന്തിനാണ് ഈ പഴയ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ വാദം എന്തിനാണ് മുഹമ്മദ് അമീറിന് വരുന്നത്? അതായത് ഇവരടക്കമുള്ള ഇദ്ദേഹത്തെ അല്ല ഞാൻ അല്ല അമീർ അങ്ങനെ ഒരു വിശ്വാസം വരാത്തത് എന്തുകൊണ്ടാണ്? അതെ, ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ വാദം എന്നുള്ളതല്ല, ഈ മതേതര ജനാധിപത്യ ചരിത്രപരമായി സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യ പക്ഷെ ചരിത്രപരമായി അതിൽ മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ. ഒരു വിശ്വാസി അല്ലെങ്കിൽ ഏതൊരു ഇന്ത്യൻ പൗരനും അവരുടെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അത് പണ്ട് ആരെങ്കിലും ഉന്നയിച്ചോ ഇല്ല എന്നുള്ളതല്ല അതിന്റെ പ്രശ്നം. ഇന്ന് അത് പറയുമ്പോൾ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ഉണ്ടോ അത് നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മൾ പല രൂപത്തിലും പല രൂപത്തിലും മതപരമായ ചിഹ്നങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് നമ്മൾ ആളുകളെ ഇൻസ്പയർ ചെയ്തിട്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം അതിന്റെ ഒരു ഉദാഹരണമാണ്. ജിന്നടക്കം അതിനെതിരായിരുന്നു. ഇപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതേപോലെ തന്നെ ഇപ്പൊ ഗണേശോത്സവം പോലത്തെ സംഗതികൾ അതൊന്നും 1920 വരെ ഒന്നും അത്ര വ്യാപകമായിട്ട് ആഘോഷിക്കപ്പെടാത്തൊരു സംഗതിയായിരുന്നു. ഇതൊക്കെ കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള വിശ്വാസികളെ ഒരു വലിയൊരു ജനവിഭാഗത്തെ ആകർഷിക്കാനുള്ള ഒരുപാട് തന്ത്രങ്ങളായിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. ലോങ് ടൈം ഇമ്പാക്റ്റിൽ പലതും നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സ് വെച്ച് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂവൻ ഭരണഘടന ഉണ്ടാക്കി അതിൽ നമ്മൾ വളരെ നല്ല രൂപത്തിൽ പോകുന്നു. 1971 ഒരു പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ടിങ് ആക്ട് ഉണ്ടാക്കി. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരുന്നതിന്റെ ഒരു ആവശ്യകത എന്താണ്? പ്രത്യേകിച്ച് ഇവിടുത്തെ മതവിശ്വാസികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം, അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്ന് അറിയ തന്നെ എന്തിനാണിത് ഇങ്ങനെ കൊണ്ടുവരുന്നത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.